10 ദിവസത്തെ തിരക്കിട്ട പരിപാടികൾക്ക് ശേഷമേ അദ്ദേഹം തിരിച്ചെത്തൂ. ഓ, അതാണോ കാര്യം? അതെന്താ, അതത്ര വലിയ കാര്യമല്ലേ? ദേ, ഇങ്ങനൊരു അവസരം വീണ് കിട്ടാൻ വേണ്ടി സകല ദൈവങ്ങൾക്കും ഞാൻ വഴിപാട് കഴിച്ചിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത്? സുധീട്ടൻ എത്രയും വേഗം അവിടുന്ന് പുറപ്പെടുന്നു, വർഷയുടെ അടുത്തേക്ക് ഓടി വരുന്നു. ദേ, ഇവിടുത്തെ ജോലിക്കാരികളെ ഇന്നലെ തന്നെ ഞാൻ ലീവ് കൊടുത്ത് പറഞ്ഞയച്ചിരിക്കുക. പിന്നെ സെക്യൂരിറ്റി, അയാൾ ആരെ കണ്ടാലും സല്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ഭയപ്പെടണ്ട, വേഗം പോന്നോളൂ. നീ എന്താ വർഷ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്തിനാ അവിടെ വരെ വരണം? എന്റെ അടുത്തേക്ക് എന്തിനു വരണമെന്നോ? ഇത്രയും കാലം എന്റെ മനസ്സിൽ കെട്ടിക്കിടന്ന സങ്കടം മുഴുവൻ ആ നെഞ്ചിൽ ഒട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് എനിക്ക് കരഞ്ഞു തീർക്കണം. സുധിയേട്ടാ, ഞാനൊരു പെണ്ണ, എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഒരു മനുഷ്യജീവി. എനിക്കും ജീവിക്കണം സുധിയേട്ടാ. എനിക്ക് സ്നേഹം വേണം. ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്ന എല്ലാം വേണം. വർഷ, ഇത് കൈവിട്ട കളിയാ. ആരെങ്കിലും ഇത് അറിഞ്ഞാ മേനോൻ സാറിന്റെ ചെവിയിൽ ഇതെത്തില്ലേ? തുടങ്ങി. അതെ, ഈ പേടി മാറ്റാൻ ഞാനൊരു ചരട് ജപിച്ച് കെട്ടിത്തരാം. നല്ല ചുണക്കുട്ടനായിട്ടൊന്ന് ഓടി വന്നേ. പ്ലീസ് വർഷ, അത് വേണ്ട. അത് അപകടമാണ്. ഭർത്തൃമതിയായ എനിക്കില്ലാത്ത പേടി എന്റെ സുധിയേട്ടൻ എന്തിനാ? ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇനി എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വരില്ല. ഓക്കെ, വരണ്ട. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഗൾഫ് മേനോൻ തിരിച്ചു വരുന്നവരെ അവിടെ തന്നെ സ്ഥിരതാമസം. എന്നെ സുധിയേട്ടൻ അടിച്ചു പുറത്താക്കാൻ നോക്കണ്ട. അത് വേണ്ട, അത് കൂടുതൽ അപകട. എങ്കിലേ കുറഞ്ഞ അപകടം നമുക്ക് തിരഞ്ഞെടുക്കാം. മതി മതി, ഫോൺ ബില്ല് കൂടിയാലേ പിശുക്കനായ മേനോൻ സാർ സംശയിക്കും. അതുകൊണ്ട് സമയം കളയാതെ എത്രയും വേഗം പോരാൻ നോക്ക്. ഇനി ഏറെ സമയമില്ല. മാത്യുസ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. എവിടെ പണം? വർഷാമേനൻ എന്തെന്ന് പറയാത്തത്? മേനു സാർ ഫോറിൻ ടൂറിലാണ്. ഒരാഴ്ച കൂടി എടുക്കും തിരികെ എത്താൻ. ഈ മറുപടി അല്ല എനിക്ക് വേണ്ടത്. വർഷാമേനോന് നേരിൽ കണ്ടോ? പ്രമാണങ്ങൾ അവരുടെ കയ്യിലാണ്. പണം തന്നില്ലെങ്കിൽ അത് ഉടനെ മടക്കി കിട്ടണം. മാത്യുസ് അച്ചായന് വയ്യെങ്കിൽ പറ, ഞാൻ എൻ്റെ ആളുകളെ വിടാം. ശ്യാം സാർ വെറുതെ എടുത്തു ചാടരുത്. ആ സെലീന നിഴൽ പോലെ നമ്മുടെ പറയുണ്ട്. ഞാൻ എന്ത് പാടുപെട്ടിട്ടാ അവളുടെ കണ്ണിൽ പെടാതെ നടക്കുന്നത്. ശ്യാം സാറിന് അത് അറിയാഞ്ഞിട്ടാ. എല്ലാം എനിക്കറിയാം. അവൾ 2 തവണ എൻ്റെ താവളം റെയ്ഡ് ചെയ്തു. ആർക്കും വേണ്ടാത്ത അവളെ ആ അഞ്ജുവിനെ മാത്രം അവൾക്ക് കിട്ടി. അതുകൊണ്ടെന്താ, എന്നെക്കുറിച്ചുള്ള ഒരു വിവരം അവൾക്കറിയില്ല. പിന്നെ സെലീന, അവൾ അത്രയ്ക്ക് അതിബുദ്ധി കാട്ടിയാ സോന പോയ വഴി തന്നെ അവളും പോവും. അപ്പോ അത് സത്യമാണല്ലേ? ഏത്? സോനയെ കൊന്നത് തന്നെയാണല്ലേ? മതി. ഇച്ചായം വലിയ CID ഒന്നും ആവണ്ട. പറയുന്ന അനുസരിച്ചാ മതി. ശ്യാം സാറേ, എന്റെ കാര്യം ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്നേ. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാത്ത് എത്തിയതുമില്ല. 50 ലക്ഷം കിട്ടുമെന്ന് കരുതി കടവും വലയും ഒക്കെ ആയി ഒരു ഫിനാൻസ് കമ്പനി ഉദ്ഘാടനം ചെയ്യിച്ചു. ഡിപ്പോസിറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെയാ പണം കട കൊടുക്കുന്നേ? ഞാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. താൻ വിഷമിക്കണ്ട. തന്ത്രപൂർവ്വ അച്ചായൻ ആ വർഷാമേനന്റെ അടുത്ത് പ്രമാണങ്ങൾ വാങ്ങണം. വേണ്ടി വന്നാൽ എൻ്റെ ആൾക്കാരുടെ സഹായം തരാം. നീരേറ്റ് തറവാടും പറമ്പുമൊക്കെ നടന്ന് കാണാനാണെന്ന് പറഞ്ഞ് വർഷയെ ഒറ്റയ്ക്ക് ക്ഷണിക്കണം. അവൾ ഒറ്റയ്ക്ക് വരത്തില്ല. ചക്കരയിൽ ഈച്ച പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ എപ്പോഴും അവളുടെ കൂടെ ആ ജനറൽ മാനേജറും കാണും. അവർക്കൊരു ഗുണ്ടാ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അച്ചായൻ ഭയപ്പെടണ്ട, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വർഷയെ നീരേറ്റ് തറവാട്ടിൽ ഒന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി. എന്നിട്ട് പിന്നെ എന്നാ പരിപാടിയാ? തോക്കി കയറി വെടിവെക്കണ്ട. ആദ്യം ആ പ്രമാണങ്ങൾ, അത് കഴിഞ്ഞ് അമ്മുക്കുട്ടി. അപ്പൊ അഞ്ജുവോ? അവള് വേണ്ടായോ? വേണം. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ജീവനില്ലാതെയായാലും മതി. അവൾ എന്നെ തോപ്പിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി നടക്കുക. അവളെ എനിക്ക് വേണം. വീടില്ല.
മോളെ എഴുന്നേൽക്ക. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇറങ്ങി പോയതല്ലേ? പോയ കാര്യമൊന്നും പറയാതെ ഇങ്ങനെ കിടന്നാലോ? കൂട്ടുകാരെ കണ്ട് മാരേജിനെ പറ്റി പറയുന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് കൂട്ടുകാരി എന്തു പറഞ്ഞു? കൂട്ടുകാരിക്ക് സന്തോഷായി. ഞാൻ പറഞ്ഞില്ലേ സന്തോഷാവൂന്ന്. എന്നിട്ട് നീ അജിത്തിന്റെ ഫോട്ടോ നിന്റെ ഫ്രണ്ടിനെ കാണിച്ചോ? ഇല്ല, അത് വേണ്ടി വന്നില്ല. പറഞ്ഞപ്പോ തന്നെ സന്തോഷായി. ചുമ്മാ കാണിക്കായിരുന്നില്ലേ? എന്തിനാ വല്യമ്മേ? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ആ, നീ പോയ പറയെ നിന്റെ മമ്മിയുടെ ഫോൺ വന്നിരുന്നു. മമ്മി ഭയങ്കര ഹാപ്പിയാ. വേറൊരു കാര്യം കൂടെ മമ്മി പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് അജിത്ത് സിംഗപ്പൂരിൽ നിന്ന് എത്തുമെന്ന്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവൻ നിന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുക. കാണലും സംസാരിക്കലും ഒന്നും വേണ്ട വല്യമ്മേ. വേണം മോളെ. ഒരബദ്ധം പറ്റിയതല്ലേ, ഇനി അങ്ങനെ സംഭവിക്കരുത്. അജിത്തിനെ കുറിച്ച് സിംഗപ്പൂരിൽ നിന്നുള്ള വിവരമെല്ലാം മമ്മിക്കറിയാം. ദേ, ഒന്നാം തരം ഫാമിലിയാ. അച്ഛൻ റിട്ടയർഡ് പ്രൊഫസർ, അമ്മ പ്രാക്ടീസിംഗ് ഡോക്ടർ. പിന്നെ രണ്ടാം വിവാഹമാണെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. നിന്നെ പോലെ അല്ല താനും. ഭാര്യ മരിച്ചുപോയത് അജിത്തിന്റെ കുറ്റം കൊണ്ടല്ല, കാർ ആക്സിഡന്റിൽ മരിച്ചതല്ലേ. എന്തായാലും നേരിൽ കാണണ്ട വല്യമ്മേ. നോ, കണ്ടേ പറ്റൂ. എന്നാലും ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം ആവാം. അതെങ്ങനാ മോളെ? അജിത്ത് ഇവിടെ വരുന്നത് തന്നെ നിന്നെ കാണാനാ. കഷ്ടിച്ച് ഒരാഴ്ച നാട്ടിലുണ്ടാവുമ്പോ അതിനിടയ്ക്ക് കുന്നന്താനത്ത് അവന്റെ അമ്മയുടെ വീട്ടിൽ പോണം. പിന്നെ ആള് വലിയ ഭക്തനാ കേട്ടോ. ഗുരുവായൂര് പോകുമ്പോ നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന അവൻ നിന്റെ മമ്മിയോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു താലി വാങ്ങി ഭഗവാന്റെ മുന്നിൽ വെച്ച് അങ്ങ് കെട്ടുകഴിഞ്ഞാല് ആ ചടങ്ങ് അങ്ങ് കഴിഞ്ഞൂല്ലോ എന്ന്. അല്ല, അതൊക്കെ നിന്റെ ഇഷ്ടമാ കേട്ടോ. ഡൈവോഴ്സ് നടക്കാൻ ഇനിയും കുറച്ചു നാളും കൂടെ വേണമെന്നറിയാം. എങ്കിലും ആരും അറിയാതൊരു ചരട് കിട്ടണം. ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യണം. പിന്നെ കുടുംബ കോടതിയിൽ അവര് പറയുമ്പോ ഒക്കെ ഒന്ന് പോണം. അത്രയല്ലേ വേണ്ടൂ. എന്തിനാ കുട്ടി വെറുതെ ലൈഫ് പാഴാക്കുന്നേ? ഞാൻ പറയുന്നത്, നിങ്ങൾക്കിരുവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ വൈകിക്കേണ്ടെന്നാ. വല്യമ്മേ, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടാ. നിനക്കിപ്പോ ആഹാര കാര്യത്തിലൊന്നും ഒരു താല്പര്യവും ഇല്ല. കണ്ടില്ലേ ഉണങ്ങിയിരിക്കുന്നത്. ദേ, കല്യാണ വരാൻ പോന്നേ. ശരീരമൊക്കെ നല്ലോണം സൂക്ഷിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ മമ്മി എന്നെ പറയുന്നത്. ആ, വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. എനിക്ക് വേണ്ട. മോളെ, അജിത്ത് ഇന്ന് തന്നെ നിന്നെ വന്ന് കണ്ടോട്ടെ. അല്ല, മനുഷ്യരുടെ മനസ്സ് മാറാൻ നിമിഷം മതിയേ. അവൻ അവന്റെ അമ്മയുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു ആലോചനയായിട്ട് ഓരോരുത്തരിങ്ങനെ പുറകെ കൂടും. ചിലപ്പോ അതിലൊരെണ്ണം അവനങ്ങ് ഇഷ്ടപ്പെട്ടാലോ. ബന്ധുക്കൾ വല്ലവരൊക്കെ ആവുമ്പോ സ്വാധീനിക്കാൻ ആളും കാണും. നമുക്കാണെങ്കിൽ ഇത്തരം ഒരു ബന്ധം അത് അത്ര എളുപ്പമല്ല മോളെ. രണ്ടാം കെട്ടുകാരനാണെങ്കിലും പുരുഷന് അവിവാഹിതയൊരു പെണ്ണിനെ കിട്ടാൻ അധികം പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ നിന്റെ കാര്യം അങ്ങനല്ല. അതെന്റെ മോള് മറക്കരുത്. അതുകൊണ്ട് നല്ല കുട്ടിയായി വന്ന് ആഹാരം കഴിക്ക്. അത് കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി മിടുക്കിയായിട്ടിരിക്കെ. അജിത്ത് വരുമ്പോ എന്റെ മോള് സ്മാർട്ടായിട്ട് വേണം അവനെ സ്വീകരിക്കാൻ.
ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇങ്ങനൊരു നിമിഷം ഉണ്ടാവാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു ഞാൻ. ഒടുവിൽ വന്നല്ലോ. വർഷ, ഞാൻ ഉടനെ പോവും. നീ എന്നെ ഭീരു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. എനിക്ക് ഉടനെ പോകണം. പോവാലോ. ആദ്യം ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു നല്ല ചായ കുടിക്കുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് അടുക്കളയിൽ കയറുന്നു. ഒരു അടിപൊളി ഊണുണ്ടാക്കുന്നു. പിന്നെ ഇരുന്നൊന്നിച്ച് ഊണ് കഴിക്കുന്നു. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും വലിയൊരു ചർച്ച നടത്തുന്നു. അപ്പൊ വീണ്ടും ചായ, വീണ്ടും ചർച്ച. അപ്പോ രാത്രിയാവും. Then dinner. അത് കഴിഞ്ഞാലോ എന്റെ സുധിയേട്ടന്റെ നെഞ്ചത്ത് തലവെച്ച് സുഖമായി എല്ലാം മറന്ന് ഞാൻ ഉറങ്ങും. വർഷ, എന്തൊക്കെയാണെങ്കിലും നീ മേനോൻ സാറിന്റെ ഭാര്യയാണ്. നീ അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തി വെക്കുക. സുധിയേട്ടൻ വല്ല സന്യാസിയോ തത്വചിന്തകനോ ഒക്കെ ആകേണ്ട ആളായിരുന്നു. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ പാവങ്ങളാ, ശുദ്ധഗതിക്കാരാ. ഞങ്ങളെ പോലുള്ളവരുടെ സിമ്പിൾ ട്രിക്സിൽ വീണു പോവും. ബൈ ദ ബൈ, എന്റെ കണവന് ഞാൻ വികാരനിർഭരമായ ഒരു യാത്രയയപ്പാണ് നൽകിയത്. തിരിച്ചു വരും വരെ ഞാൻ ഈ വീട്ടിലെ പൂജാമുറിയിലും ഓഫീസ് മുറിയിലും തപസ്സെയൊന്ന് വാക്കുകൊടുത്തിരിക്കുക. പാവം, ഐസ്ക്രീം അലിയുന്ന പോലെ അങ്ങ് അലിഞ്ഞു പോയി. കണ്ണു നിറഞ്ഞ അദ്ദേഹം പോയത്. ഇറ്റ്സ് ടു മച്ച്. നിന്നെ വിശ്വസിച്ച് നിനക്കെല്ലാം തന്നൊരു മനുഷ്യനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? സുധിയേട്ടാ, ഒരാളെ മാത്രം വിശ്വസിച്ച് എന്റെ എല്ലാം സമർപ്പിച്ച എന്നെ സുധിയേട്ടൻ ചതിച്ചില്ലേ? എന്റെ ജീവിതം ഇങ്ങനെ ആവുമായിരുന്നോ? ഞാനൊരു സ്വർണ്ണക്കൂട്ടിലെ കിളിയാ. എനിക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ല. ഗൾഫ് മേനോന്റെ സ്വത്തുക്കളുടെ കൂമ്പാരത്തിന് നടുവിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ. നോ, എനിക്ക് കൂട് തകർക്കണം. എന്റെ സുധിയേട്ടനുമായി ആകാശത്തെമ്പാടും പറന്ന് നടക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഗൾഫ് മേനോൻ എനിക്ക് ആരുമല്ല. എന്റെ യാത്രയിൽ എന്നെ സഹായിച്ചൊരാൾ. തിരിച്ചയാൾക്ക് ഞാൻ എന്ത് നൽകിയേനെ. പക്ഷേ അത് സ്വീകരിക്കാൻ അയാൾക്ക് കഴിവില്ല, അർഹതയുമില്ല. അപ്പോ ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ നിർത്താം. സുധിയുടെ നല്ല കുട്ടിയായിട്ടിരിക്കുക. ഇപ്പൊ ഞാനൊരു ചായയിടാൻ പോവാ. അതോ തണുത്ത വല്ലോ മതിയോ? എന്തായാലും മതി. ഓക്കെ, ദെൻ ടീ. അതാണ് സുധിയേട്ടൻ ഏറ്റവും ഇഷ്ടം എന്തെന്ന് എനിക്കറിയാം. അതാ നശിച്ച സെക്യൂരിറ്റിക്കാരനായിരിക്കും. ഇന്നത്തെ പത്രം വേണമെന്ന് ചോദിക്കാനാ. പത്രം വായിച്ച് ഉറങ്ങൽ അയാളുടെ പണി.